ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ ന്യൂ നമ്പേഴ്സ്, പുതിയ സംഖ്യകൾ. ഈ ഒരു ഫിഗറിൽ രണ്ട് സ്ക്വയർ ഉണ്ട്. ഈ ഒരു യെല്ലോ സ്ക്വയറും ഒരു ബ്ലൂ സ്ക്വയറും. ഈ യെല്ലോ സ്ക്വയറിൻ്റെ ഡയഗണൽ സൈഡാക്കിക്കൊണ്ടാണ് ഈ ബ്ലൂ സ്ക്വയർ വരച്ചേക്കുന്നത്. ഈ യെല്ലോ സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ബ്ലൂ സ്ക്വയറിൻ്റെ സൈഡ് എന്തായിരിക്കും? അപ്പോൾ ഈ ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ നമുക്ക് എന്തെന്ന് കിട്ടും? 1 × 1 അല്ലേ, സൈഡ് ഇൻറ്റു സൈഡാണ് സ്ക്വയറിൻ്റെ ഏരിയ. അന്നേരം 1 × 1 1 സെൻറ്റിമീറ്റർ സ്ക്വയറിന് കിട്ടും. ഇനി ഈ ഒരു പാർട്ട് ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെങ്ത് എന്തായിരിക്കും? 1 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. ഇത് 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതും എന്തായിരിക്കും? 1 സെൻറ്റിമീറ്റർ. ഇത് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും എന്ത് തന്നെ ആയിരിക്കും? 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതുപോലെ ഇവിടെ എന്ത് തന്നെ കിട്ടും നമുക്ക്? ഇവിടെയും 1 സെൻറ്റിമീറ്റർ. ഇത് രണ്ടും എന്തോ, ഇത് ഈ ചെറിയ സ്ക്വയറിൻ്റെ സൈഡല്ലേ, ഇത് 1 സെൻറ്റിമീറ്റർ, ഇത് 1 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതും 1 സെൻറ്റിമീറ്റർ ആയിരിക്കും, ഇതും 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. എങ്ങനെയാ? സ്ക്വയറിൻ്റെ ഡയഗണൽസ് എന്ത് ചെയ്യും? പെർപെൻഡിക്കൽ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ ആണ് സ്ക്വയറിൻ്റെ ഡയഗണൽസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 ആണെങ്കിൽ ഈ പാർട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. നമുക്ക് അന്നേരം സ്ക്വയറിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത് എന്ത് കിട്ടി? 1 + 1 2 എന്ന് കിട്ടി. സ്ക്വയറിൻ്റെ ഡയഗണൽസ് എന്തായിരിക്കും? ഈക്വലും ആയിരിക്കും, പെർപെൻഡിക്കൽ ബൈസെക്ടേഴ്സും ആയിരിക്കും. അന്നേരം രണ്ട് ഡയഗണൽസിൻ്റെ ലെങ്ത് എന്താണ്? 2 സെൻറ്റിമീറ്റർ ആണ്. ഈ ഡയഗണൽസിൻ്റെ ലെങ്ത് വെച്ച് നമുക്ക് എന്ത് എഴുതാം? ഈ സ്ക്വയറിൻ്റെ ഏരിയ എഴുതാം. നമുക്ക് വലിയ സ്ക്വയറിൻ്റെ ഏരിയ നമ്മൾ ഡയഗണൽസ് വെച്ച് എഴുതുക. ഡയഗണൽസ് വെച്ച് എങ്ങനെ എഴുതാം? ½ d² എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ d എത്ര? d എന്ന് പറഞ്ഞാൽ ഡയഗണലാണ്. ഡയഗണൽ നമുക്ക് 2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയില്ലേ? അത് ½ × 2², അതായത് ½ × 4 = 2 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അതായത് വലിയ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 2 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. സ്ക്വയറിൻ്റെ ഏരിയ ഡിക്കേഷൻ നമ്മൾ സാധാരണ ചെയ്യുന്നത് സൈഡ് ഇൻറ്റു സൈഡ്, അല്ലെങ്കിൽ സൈഡിൻ്റെ സ്ക്വയർ. a² ആണെന്ത്? സ്ക്വയറിൻ്റെ ഏരിയ ഡിക്കേഷൻ. നമുക്ക് a² = എന്തെന്ന് കിട്ടി? 2 എന്ന് കിട്ടി. ഇനി ഒരു സൈഡ് എന്തുമായിരിക്കും? ഏതോ ഒരു നമ്പറിൻ്റെ സ്ക്വയർ ആണ് 2. അങ്ങനെയാണ് ആ നമ്പർ ഏതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. a² എന്താണ്? 2 ആണ്. അങ്ങനെയാണെങ്കിൽ a എന്തായിരിക്കും? ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആ 2 വരുന്നതെന്ന് നമുക്ക് നോക്കണം. ഇപ്പം നമുക്കറിയാവുന്ന ഏതൊക്കെയാണ്? 1ൻ്റെ സ്ക്വയർ 1 ആണെന്ന് നമുക്കറിയാം അല്ലേ. 1ൻ്റെ സ്ക്വയർ 1. നമുക്കിവിടെ 2 അല്ലേ കിട്ടേണ്ടത്, 1 അല്ല. ഇനി 2ൻ്റെ സ്ക്വയർ എന്താണ്? 4 ആണ്. കണ്ടോ, 2-നേക്കാളും വലിയ നമ്പർ. അന്നേരം ഈ 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ളൊരു നമ്പറിൻ്റെ സ്ക്വയർ ആയിരിക്കണം എന്ത്? 2. 1ൻ്റെയും 2ൻ്റെ ഇടയ്ക്കുള്ളൊരു നമ്പറിൻ്റെ സ്ക്വയർ ആയിരിക്കണം 2. അങ്ങനെ നമുക്ക് 1/2ൻ്റെ സ്ക്വയർ നോക്കാം. 1/2ൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം? 1 + 1/2² എന്ന് എഴുതാം. a + b the whole square, a² + 2ab + b². നമുക്ക് എന്ത് കിട്ടി? 1² + 2 × 1 × 1/2 + 1/2². ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 2 1/4 എന്ന് ആൻസർ കിട്ടി. 2 1/4 എന്തോ 2-നേക്കാളും കൂടുതലല്ലേ. 1/2ൻ്റെ സ്ക്വയർ 2-നേക്കാളും കൂടുതൽ. അതായത് 1/2-നേക്കാളും ചെറിയൊരു നമ്പറിൻ്റെ സ്ക്വയർ ആയിരിക്കണം 2. നമുക്ക് 1/4 എടുത്ത് നോക്കാം. 1/4ൻ്റെ സ്ക്വയർ എന്ത് വരും? 1² + 2 × 1 × 1/4 + 1/4². നമുക്ക് ആൻസർ 1/4ൻ്റെ സ്ക്വയർ എന്ത് കിട്ടി? 1/4ൻ്റെ സ്ക്വയർ എന്ത് കിട്ടി? 1 9/60 എന്ന് കിട്ടി. ഇതെന്താണ്? 2-നേക്കാളും ചെറുതാണ്. അന്നേരം 1/4-നേക്കാളും വലിയൊരു നമ്പറിൻ്റെ സ്ക്വയർ ആയിരിക്കണം എന്ത്? 2. നമ്മളിങ്ങനെ ചെയ്ത് പോയാലും എന്ത് കിട്ടത്തില്ല? കറക്റ്റ് 2 കിട്ടൂല. എന്ന് വെച്ചാൽ ഒരു ഫ്രാക്ഷൻ എടുത്താലും അതിൻ്റെ സ്ക്വയർ എന്തെന്ന് കിട്ടത്തില്ല? 2 എന്ന് കിട്ടത്തില്ല. നമ്മൾ നേരത്തെ കണ്ടു, ഒരു നാച്ചുറൽ നമ്പറിൻ്റെയും സ്ക്വയർ എന്തല്ല? 2 അല്ല. കാരണം 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4. ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു നമ്പർ ആയിരിക്കണം. അതിൻ്റെ ഇടയ്ക്കുള്ള നമ്പേഴ്സ് എന്താവത്തില്ല? നാച്ചുറൽ നമ്പേഴ്സ് ആവത്തില്ല. 1 2 3 4 അല്ലേ നാച്ചുറൽ നമ്പേഴ്സ്. അതിലൊരു ഫ്രാക്ഷൻ്റെ സ്ക്വയർ ആണോ നമ്മൾ നോക്കുക. 1/2ൻ്റെ സ്ക്വയർ എന്ത് കിട്ടി? 2-നേക്കാളും കൂടുതൽ കിട്ടി. നമ്മൾ 1/4ൻ്റെ സ്ക്വയർ എടുത്തു. അതെന്ത് കിട്ടി? 2-നേക്കാളും കുറവ് കിട്ടി. നമുക്കൊരു ഫ്രാക്ഷൻ്റെ സ്ക്വയർ എന്താണെന്ന് കിട്ടത്തില്ല? 2 ആണെന്ന് കിട്ടത്തില്ല. നമുക്ക് 2 നമുക്കൊരു പുതിയ നമ്പർ പഠിക്കാം. നിങ്ങൾക്ക് സ്ക്വയേഴ്സൊക്കെ അറിയാമല്ലോ. 1ൻ്റെ സ്ക്വയർ എന്താണ്? 1. 2ൻ്റെ സ്ക്വയർ എന്താണ്? 4. 3യുടെ സ്ക്വയർ 9. 4ൻ്റെ സ്ക്വയർ 16. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ നാച്ചുറൽ നമ്പേഴ്സിൻ്റെയും എന്ത് ചെയ്യാം? സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാം. ഇനി
ഇനി സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞൊരു ടേമുണ്ട്. വർഗം, വർഗമൂലം. ഇത് വർഗമല്ലേ, 1ൻ്റെ വർഗം, 2ൻ്റെ വർഗം. ഇനി വർഗമൂലം, അതായത് സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞൊരു ടേമുണ്ട്. ഇതാണ് സ്ക്വയർ റൂട്ടിൻ്റെ സിമ്പൽ. ഇതാണ് റൂട്ട്. റൂട്ട് 1 എടുക്കുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 1 കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ നേരെ ഓപ്പോസിറ്റ് എടുക്കുക. എന്ന് വെച്ചാൽ സ്ക്വയർ 1 ആണെങ്കിൽ ഈ റൂട്ട് 1 എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി റൂട്ട് 4, 2ൻ്റെ സ്ക്വയർ അല്ലേ 4, അന്നേരം 4ൻ്റെ റൂട്ട് എന്തായിരിക്കും? 2 ആയിരിക്കും. നേരെ ഓപ്പോസിറ്റ്, സ്ക്വയറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? സ്ക്വയർ റൂട്ട്. അതായത് വർഗത്തിൻ്റെ നേരെ വിപരീതമായിരിക്കും വർഗമൂലം. അതിൽ റൂട്ട് 9 എന്ത് വരും? റൂട്ട് 9 3 ആയിരിക്കും. റൂട്ട് 16 എന്തായിരിക്കും? റൂട്ട് 16 എന്ന് പറയുന്നത് 4 ആയിരിക്കും. മനസ്സിലായോ? സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ വർഗമൂലം എന്നുള്ള ടേം എന്താണെന്ന് മനസ്സിലായോ? ഇതാണ് നമ്മൾ പുതിയ പഠിക്കാൻ പോകുന്ന നമ്പർ, റൂട്ട് വരുന്ന നമ്പേഴ്സ്. ഇവിടെ ഞാനൊരു ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചേക്കുക. ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ, ഈ സൈഡും 1 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഹൈപ്പർന്യൂസ് എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾക്ക് പൈതഗോറസ് തിയറം അറിയാമോ? എന്താണ്? ഹൈപ്പർന്യൂസിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആയിരിക്കും. കർണം സ്ക്വയർ ഇസിക്കൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? ഹൈപ്പർന്യൂസ് ആണ് വേണ്ടത്, അതായത് കർണമാണ് വേണ്ടത് അല്ലേ? ഹൈപ്പർന്യൂസ് അഥവാ കർണം. റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ്. ഇപ്പോൾ ഹൈപ്പർന്യൂസിൻ്റെ സ്ക്വയർ ആണ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ്. അന്നേരം ഹൈപ്പർന്യൂസ് ഇട്ടാൽ എന്ത് ചെയ്യണം? റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആയി. ഇവിടെ ബേസ് എത്രയാണ്? 1 സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് ലംബം എന്താണ്? 1 സ്ക്വയർ. 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് കിട്ടും. 1 സ്ക്വയർ നമുക്കറിയാം 1 ആണ്, പ്ലസ് 1. ആൻസർ എന്ത് കിട്ടി? റൂട്ട് 2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇതാണ് നമ്മൾ പുതിയ പഠിക്കുന്ന നമ്പർ, റൂട്ട് വരുന്ന നമ്പേഴ്സ്. റൂട്ടിൻ്റെ വാല്യൂ നിങ്ങൾ കാണാതെ പഠിക്കണം. റൂട്ട് 2 ഈക്വൽ ടു 1.4142 എക്സെട്ര. ഇത്ര ട്രയാങ്കിൾ, റൈറ്റ് ട്രയാങ്കിൾ ഞാൻ വരച്ചേക്കുവാണ്. ഇവിടെ ഹൈപ്പർന്യൂസ് 2 മീറ്ററും ബേസ് 1 മീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഓൾട്ടിറ്റ്യൂഡ്, അതായത് ഇതിൻ്റെ ലംബം എത്ര ആയിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ലംബം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഓൾട്ടിറ്റ്യൂഡ് റൂട്ട് ഓഫ് ഹൈപ്പർന്യൂസിൻ്റെ സ്ക്വയർ മൈനസ് ബേസിൻ്റെ സ്ക്വയർ. അതായത് ഒരു ലംബം ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഹൈപ്പർന്യൂസ് എത്ര ഇവിടെ? 2 ആണ്. 2 സ്ക്വയർ മൈനസ് ബേസ് 1 സ്ക്വയർ. റൂട്ട് ഓഫ് 4 മൈനസ് 1, അതായത് റൂട്ട് 3. അടുത്ത നമ്പർ നിങ്ങൾ പഠിക്കുന്ന നമ്പറാണ് റൂട്ട് 3. റൂട്ട് 2ൻ്റെ വാല്യൂ എന്തുവായിരുന്നു? 1.4142 എക്സെട്ര. ഇനി റൂട്ട് 3യുടെ വാല്യൂ നിങ്ങൾ പഠിക്കണം. റൂട്ട് 3യുടെ വാല്യൂ എന്ന് പറയുന്നത് 1.732 എക്സെട്ര. അത് ഏതൊക്കെ നമ്പർ നിങ്ങൾ പഠിച്ചു? റൂട്ട് 3 പഠിച്ചു, റൂട്ട് 2 പഠിച്ചു. ടു സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള സ്ക്വയറിൻ്റെ സൈഡ് എന്തായിരിക്കും? ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഒരു സൈഡ് എന്തായിരിക്കും? റൂട്ട് 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. മനസ്സിലായോ? ഇപ്പം 3 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള സ്ക്വയറിൻ്റെ സൈഡ് എന്താണ്? റൂട്ട് 3 ആയിരിക്കും. മനസ്സിലായോ? അന്നേരം ഒരു സ്ക്വയറിൻ്റെ ഏരിയ എക്സ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ സൈഡ് എന്തായിരിക്കും? റൂട്ട് എക്സ് സെൻറ്റിമീറ്റർ ആയിരിക്കും. മനസ്സിലായോ? ഇപ്പം 2 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ എങ്കിൽ ഒരു സൈഡ് എന്തായിരിക്കും? റൂട്ട് 2 ആയിരിക്കും. 3 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ എങ്കിൽ ഒരു സൈഡ് എന്തായിരിക്കും? റൂട്ട് 3 ആയിരിക്കും.